എല്ലാവർക്കും നമസ്കാരം പ്രിയരെ. ഞാനിപ്പോൾ മണ്ണൂരാണ്. മണ്ണൂർ കട്ടക്കയം വീട്ടിലാണ്. ഇത് മഴുവന്നൂർ വില്ലേജാണ്, പെരുമ്പാവൂരടുത്ത്. ഇവിടെയുള്ള കുന്നത്തുനാട് താലൂക്കാണ്. ഞാനിവിടെ ഒരു വാർത്ത അറിഞ്ഞ് വന്നതാണ്. ഭാര്യ ഭർത്താവിനെ പരസ്പരം കത്തിക്ക് കുത്തി കൊന്നു എന്നൊരു വാർത്ത. അപ്പച്ച നമസ്കാരം. ഇവിടെ വീട്ടുപേരെങ്ങനെയാണ് അപ്പച്ച? ഇവിടെ കണ്ണിക്കാട്ടിൽ. അവിടെ വീട്ടുപേര് കട്ടക്കയം അല്ലേ? ഇവരെ ആയിട്ട് നേരത്തെ മുതൽ കൂട്ടാണോ അപ്പച്ചൻ? ഇവർ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് ഇവിടുന്ന് 3 കിലോമീറ്റർ കുന്നത്തോളി കവലയ്ക്കാണ്. കുന്നത്തോളി കവല. അതെല്ലേ? അത് കഴിഞ്ഞ് ഇവിടെ വന്ന് വീട് മേടിച്ചതാണ്. അവിടെ സ്ഥലമുണ്ട് ഇപ്പോഴും. പിന്നെ അയാളെ ഞാൻ ഈ ബിൻസിയുടെ അപ്പനെ ഞാൻ ചെറുപ്പം തൊട്ടേ അറിയണ. എൻ്റെ വയസ്സിൻ്റെ ഒക്കെ അടുത്ത് 10-7 വയസ്സുണ്ട്. പുള്ളി തടിമില്ലായിരുന്നു ജോലി. കൊച്ചുങ്ങൾ ഈ മോള് എൻ്റെ മോൻ്റെ കൂടെ പഠിച്ചതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഈ ഈസ്റ്ററിന് മുമ്പ് ഒരു 2 ആളും വന്നേച്ച് പോയതാണ്. പിന്നെ ഇവർ അതുപോലെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞവരുമാണ്. ഈ കുട്ടികളെ ഞാൻ ഇപ്പോൾ സ്കൂൾ വണ്ടി ഓടിക്കുന്നുണ്ട്. ഈ 2 ബിൻസിയുടെയും സൂരജിൻ്റെയും കുട്ടികളും ഈ ബിൻസിയുടെ ആങ്ങളയുടെ കൊച്ചുമൊക്കെ എൻ്റെ സ്കൂൾ വണ്ടിയിൽ കയറിയാണ് പുല്ലുവഴിക്ക് വരുന്നത്. ഇവർ ഈ ഈസ്റ്ററിന് പോയതാണ്. രോഗിയായിട്ട് നടന്നവർ ഇതൊക്കെ ഇങ്ങനെ വരുന്നൊന്നും നമുക്ക്. ഈ ബിൻസിയുടെ ഫാദറിന് സുഖമില്ലാതിരിക്കുമായിരുന്നു അല്ലേ? കാല് മുറിച്ചു പറഞ്ഞാൽ എന്നാലും കാല് വെച്ച് നടന്നൊക്കെ പോകും. എന്ത് പറ്റിയത്? അത് ആക്സിഡന്റ് ഉണ്ടായതാ മണ്ണൂർ വെച്ച്. അതെങ്ങനെ ആക്സിഡന്റ് ഉണ്ടായേ? അത് പുള്ളി തടിമില്ലിലെ പണിക്കാരനായിരുന്നു. പണിക്ക് പോകാനായിട്ട് ഒരു ബൈക്കിൻ്റെ പുറകെ കയറിപ്പോയി. മണ്ണൂർ ജംഗ്ഷനിൽ വെച്ച് ഈ ബൈക്ക് അങ്ങോട്ട് കയറലും ബൈക്ക് ഓഫായി പോയി. മൂവാറ്റിൽ നിന്ന് വന്ന കാറ് വന്ന് ഇടിച്ചത് പുള്ളിയുടെ കാലിലേക്ക്. ഒട്ടി തന്നെ ആയി പോയല്ലേ? അത് കാരണം മുറിച്ചു. എത്ര നാൾ മുമ്പ് അത്? അതിപ്പോൾ 5-8 കൊല്ലം. കറക്റ്റ് എനിക്കറിയില്ല. അതിൽ പിന്നെ ജോലിക്ക് പോകാറുണ്ടോ? ഇല്ല. പിന്നെ ജോലിക്ക് ഇവിടെ വെച്ച് കളഞ്ഞേക്കണം. വണ്ടി ഏതാണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയോ? അതൊക്കെ കേസൊക്കെ ചെയ്തേക്കണം. അതല്ലേ? ബിൻസിക്ക് ഒരു സഹോദരനല്ലേ? ഒരു സഹോദരൻ. അയാൾ കോളേജിൽ പഠിപ്പിക്കുന്നു. അവൻ്റെ ഭാര്യയും കോളേജിൽ. അവനൊരു മോളുണ്ട്. ആ മോളും ഈ ബിൻസിയുടെ 2 കുട്ടികളും എൻ്റെ വണ്ടിയിലാണ് പഠിക്കാൻ വന്നത്. പിള്ളേർ പഠിക്കാനൊക്കെ മിടുക്കരാണോ? ഈ തവണ ഡ്രസ്സും ഒക്കെ എല്ലാം മേടിച്ച് വെച്ചു പോയവരാണ് ഇത് കാണുന്നത്. അതല്ലേ? ഈ പിള്ളേരെയും കൊണ്ടുപോകാനായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടു. ഇവള് ഓസ്ട്രേലിയക്കൊക്കെ പോകാനാന്ന് പറഞ്ഞേ ഇരുന്നേ. അതല്ലേ? ഇങ്ങനെ വന്ന് പറഞ്ഞായിരുന്നല്ലോ ഇവിടെ? അവളവിടെ ഡിഫൻസിൽ നേഴ്സാ. അവനും അവിടുത്തെ നേഴ്സാ. ഒരു രോഗിക്കുറവും ഒരു തമ്മിത്തല്ല ബഹളമൊന്നും നല്ല സ്നേഹമായിട്ടിരിക്കുന്ന അവരാ. പിന്നെ ഇവരിങ്ങനെ ആത്മഹത്യ കൊല്ലാൻ പാകത്തിന് ഒരു ദേഷ്യം ഉണ്ടെന്നൊന്നും ആർക്കും അറിയില്ല. എന്ത് സ്നേഹമായിട്ട് 2 ഇതിൽ നടന്നതെന്നറിയാമോ? അങ്ങനെ ഒരു ദേഷ്യക്കാരനൊന്നും അല്ലായിരുന്നല്ലേ? കാഴ്ചക്ക് നമ്മുടെ അത്ര അറിയില്ലല്ലോ. എന്നാലും ഒരു ദേഷ്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. കണ്ണൂരാ. 3 കൊച്ചുങ്ങളെ ബൈക്കിൽ കയറ്റി വെച്ച് അവന് ഓടിച്ചോണ്ട് എപ്പോഴും നടക്കണതാ. 3 പിള്ളേര്. 2 പിള്ളേരല്ലേ ഇവർക്കുള്ളത്? 2 പിള്ളേര്. ആങ്ങളയുടെ കൊച്ചിക്കാന് ഈ റോഡിക്കിടെ എപ്പോഴും കാലത്തും വൈകുന്നേരം ഒക്കെ വന്നപ്പോൾ 1 മാസത്തോടെ നിന്ന് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. എൻ്റെ മകൻ്റെ കൂടെ പഠിച്ച ഈ വിൻസി. അതല്ലേ? +2 വരെ. അതിനുശേഷം നഴ്സിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയല്ലേ? അവര് പിന്നെ നഴ്സിംഗ്. ബിൻസി ഇവിടെ വരുമ്പോൾ വരാറുണ്ടോ? ഈ വീട്ടിൽ വരാറുണ്ടോ? ഓനെ തന്നെ ഇതിൽ വന്ന് തൊട്ടടുത്ത് തന്നെയല്ലേ? വരുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അപ്പച്ച ഇത് എന്താ സംഭവിച്ചെന്ന് അപ്പച്ചൻ്റെ നിഗമനം? ഞങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്നും ആർക്കത് ഒരിക്കലും ഇതിങ്ങനെ എന്താ അവിടെ കുവൈറ്റിൽ നടന്ന എന്താണെന്ന് നമ്മളെന്തും പറയാൻ പറ്റത്തില്ല. അവിടുത്തെ സംഭവം എന്നാ നടന്നല്ലേ അപ്പച്ച? അതായത് ഈ കുവൈറ്റിൽ നിന്ന് ഒരു ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നേ. അപ്പോൾ ഈ ഒരു വാളിന് വെട്ടിയിട്ട് 10 അടി അകലത്തിൽ കഴുത്ത് കിടപ്പുണ്ടെന്ന ഒരു വാർത്തകൾ അങ്ങനെ കേട്ടായിരുന്നു. അപ്പച്ചൻ കേട്ടായിരുന്നു അതിനെക്കുറിച്ച്? ഒരാൾ ഇവിടെ കുവൈറ്റിൽ ജോലിയുള്ള റിട്ടയർഡായ ആളാണ്. അയാളും ഡിഫൻസിലുണ്ടായിരുന്നാണ് പറഞ്ഞത്. മഞ്ചിനാടങ്ങാണ്ട് അയാളുടെ വീട്. പേര് ഞാൻ ചോദിച്ചില്ല. പുള്ളി അങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഇപ്പം ഞാൻ വന്നപ്പോൾ ഒരു കാർ ഇവിടെ കിടക്കുന്ന കണ്ട അതാണോ? ഒരു കറുത്ത കാർ. അപ്പം ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവരങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കാര്യം അവരെ കഴുത്ത് വെട്ടി പെണ്ണിൻ്റെ കഴുത്ത് 10 അടി അകലം കിടക്കണു. അവൻ തന്നെ കഴുത്തറത്തേക്കണു എന്നൊക്കെ എന്നോട് പറഞ്ഞു. എനിക്കതിനെപ്പറ്റി ഞാൻ കുവൈറ്റിലും എല്ലാം ഒന്നുമല്ല. പുള്ളി അങ്ങനെ പറഞ്ഞല്ലേ? ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഒരു കുറവൊന്നും. ലോണോ അങ്ങനെ വല്ലോ എടുത്തു? ലോൺ എടുത്തിരുന്നു അയാൾ പറഞ്ഞല്ലേ? എങ്ങനെ എന്തിനാന്ന് മറ്റും ചോദിച്ചാൽ എനിക്കറിയാം. പെരവണിക്കാന്ന് പറയുന്നുണ്ടല്ലോ. പെരവണിക്കാന്നാ പറഞ്ഞേ. ഇവിടത്തെ പെരവണിക്ക് മറ്റാണോ കണ്ണൂരുള്ളതിനാണെന്ന് മറ്റേ അറിയില്ല. അറിയത്തില്ല.
അതിവിടെ പെരമണിയും നടക്കുന്നില്ലല്ലോ. അപ്പോൾ അവിടുത്തെ പെരമണിക്കായിട്ടായിരിക്കും ലോൺ എടുത്തത്, അങ്ങനെ നമുക്ക് വിചാരിക്കാം അല്ലേ? എല്ലാവരും കൊന്നതാണോ എന്നാണ് ഇപ്പം, അല്ലാണ്ട് അങ്ങനെ വീട്ടിൽ ചെറുക്കം ചെയ്യുന്നവർ തോന്നലില്ല. അല്ല, എന്നാലും നേഴ്സിംഗ് ഒക്കെ പഠിച്ചതല്ലേ, ഈ സെയിം ഫീൽഡ് അല്ലേ അല്ലേ? ഈ രണ്ട് കൊച്ചുങ്ങളെ ഇവിടെ ആക്കിയിട്ട് അവർ പോയി എന്താ ഇത് സംഭവിച്ചതെന്ന് അവർക്കറിയാവുള്ളൂ. ഇനി നമുക്കൊന്നും പറയാനില്ല. വല്ല ഊഹാഭോഗങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തെന്ന് കാര്യമില്ല. ഇവിടെ നടന്ന സമയത്തൊന്നും ഇവിടെ ഒരു തമ്മിത്തല്ലും ബഹളോ ഇതൊന്നും കേട്ടിട്ടില്ല. ഈ സൂരജ് വേറെ കാസ്റ്റാണോ അല്ലെങ്കിൽ അല്ലല്ല, അവർ കത്തോലിക്കലാ. ഇവരുടെ ഇടവക ഏതാ? ആരുടെ? ഈ ബിൻസിയുടെ കുന്നുകൂട്ടി ഇവിടെ അടുത്താ. അതെ അല്ലേ? അത് 2 പള്ളിയായിട്ട് തിരിഞ്ഞല്ലോ. അപ്പൊ ഈ പെണ്ണ് അവിടെ ചെന്നപ്പോ ഇവര് കത്തോലിക്ക സഭയിൽ ചേർന്നേക്കില്ലേ അവിടെ. ഈ ബിൻസിയുടെ കല്യാണം ലവ് മാരേജ് ആയിരുന്നു, അങ്ങനെ വല്ലതും അറിയാവോ? അത് ലവ് മാരേജ് ആയിട്ടാ അറിയണം. അതെല്ലേ? ഇവള് ജോലി ചെയ്തോണ്ട് ഡൽഹിയിലോ കൽക്കട്ടയിലും കണ്ട് ജോലി ചെയ്യുന്നത് കണ്ടുപിടിച്ചതല്ലേ? രണ്ടുപേരും നല്ല ജോഡികളല്ലേ? നല്ല കുട്ടികൾ കാണാനും അവരുടെ ഐശ്വര്യം ഒക്കെ അതുപോലെ. പക്ഷെ ഇങ്ങനൊരു കാര്യങ്ങളിലെ ബിൻസിയുടെ കുടുംബം ആ ചേച്ചിയൊക്കെ ജീവിച്ചു പോണ കൊച്ചിന്റെ ശമ്പളം കൊണ്ടാണ്. അമ്മയ്ക്കൊക്കെ നല്ല സഹായമായിരുന്നു ബിൻസി അല്ലേ? ഇവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഇവർക്ക് എന്തെങ്കിലും സ്ഥലമൊക്കെ ഉണ്ടെന്നേ? അത് എനിക്ക് കൃത്യമായിട്ട് അറിയുമ്പോൾ 1 ഏക്കർ താഴെ ഉള്ളെന്ന് കേട്ടു. കല്യാണം കഴിച്ചു വിട്ടിട്ട് കുന്നുകുടി എന്ന് പറയുന്ന കുന്നത്തോളി കവലൊക്കെ ഉണ്ട് അവർക്ക് 10-70 ഒരേക്കർ താഴെ ചുമ്മാ എടുക്കുക അവിടെ. അതെല്ലേ? ഒരു വീടും ഉണ്ട്, ഒരു കൊച്ചു വീടും ഉള്ളല്ലേ? എന്താണേലും വളരെയധികം ബുദ്ധിമുട്ട്. ഈ പിള്ളേരൊക്കെ ഇവിടെ വന്ന് ഇരിക്കുക. എൻ്റെ മകൻ്റെ കുട്ടി അതും ഇപ്പം ന്യൂസിലൻഡിന് പോയതാ, അതും ഈ കൂടെ വന്ന് പഠിച്ചോണ്ടിരുന്ന. അതല്ലേ? ഇപ്പം ഈ ബിൻസിയുടെ കൊച്ചു യു കെ ജിയാ. അത് 1ലേക്ക് ഇത്തവണ ജയിച്ചു. എൻ്റെ മകൻ്റെ കുട്ടിയും യു കെ ജിയിലായിരുന്നു. എൻ്റെ മകനും കൊച്ചും ന്യൂസിലൻഡിന് പോയപ്പോൾ കൊച്ചിനെയും കൊണ്ടുപോയി. അവരെപ്പോഴും ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ് ഞാൻ ഈ കൊച്ചുങ്ങളെ സ്കൂളിൽ ഇത് അവിടെ വന്നാൽ കേട്ടനെ. അതെ, ഇവിടെ പിള്ളേർ ട്യൂഷന് വന്നത്. സൂരജിന്റെ വീട്ടുകാരൊക്കെ ഇവിടെ വരാറൊന്നുമില്ല. അത് നമുക്കറിയാം. അതല്ലേ? ഒരു പെങ്ങളവിടെ ഉണ്ട്. ഈ സൂരജിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അതൊന്ന് പറയാമോ? സൂരജിന് 2 പെങ്ങന്മാരും സൂരജുവാ. അപ്പനില്ല. ഒരു പെങ്ങള് ബാംഗ്ലൂരെ കണ്ട പറഞ്ഞു കേൾവി കേട്ടോ. ഒരു പെങ്ങള് ഇപ്പൊ ഈ കുവൈറ്റിൽ തന്നെ ഉണ്ട്. പെങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അപ്പനില്ലല്ലേ? അപ്പനില്ല, സൂരജിന് അപ്പനില്ല. ഈ മരിച്ചിട്ടൊക്കെ കാര്യങ്ങളൊക്കെ എവിടെയായിരിക്കും നടക്കുന്നേ? ഇതിപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു ബന്ധമൊന്നും വേർപെടുത്തിയതൊന്നുമല്ലല്ലോ. ഒരാള് കത്തോലിക്കൻ, ആ സഭയിലേക്ക് ചേർന്നതാണല്ലോ ഈ പെണ്ണ്. അപ്പൊ എങ്ങനെയായാലും കണ്ണൂർ എയർപോർട്ടിൽ വരുമെന്നാ പറയണേ. 2 പേരും കത്തോലിക്കർ തന്നെയല്ലേ? അല്ല അല്ല പറഞ്ഞു, ഇത് വേറെ ക്രിസ്ത്യൻ തന്നെ. ക്രിസ്ത്യന്റെ വേറെ ഒരു വിഭാഗമാണെന്നുള്ളല്ലേ? ശവസംസ്കാരം എവിടെയായിരിക്കും അപ്പച്ചാ? അത് എനിക്ക് കണ്ണൂരായിരിക്കുന്ന ആൾക്കാർ പറയണേ. അതെല്ലേ? അല്ലാണ്ട് ബാക്കി അതൊന്നും നമുക്കറിയില്ല. കണ്ണൂരാണ് അവിടെ ഇടവക. അതെല്ലേ? കണ്ണൂര് ഇടവകയുള്ളൂ. ഇപ്പൊ അവിടെ അടക്കോളൂ എന്ന് പറഞ്ഞു, ബേസിൽ പറഞ്ഞായിരുന്നു. ബിൻസി അവിടുന്ന് കുവൈറ്റിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വിളിക്കാറുണ്ടോ? വർത്താനം പറയാറുണ്ടല്ലേ? പിള്ളേരെ വിളിക്കാൻ ഞങ്ങൾ ബസ്സിന് ഇറക്കി വിടുമ്പോ അവിടെ വരുമ്പോ വർത്താനൊക്കെ പറയാറുണ്ട്. അതെല്ലേ? ഫോണില്. പെട്ടെന്നൊരു മരണ വാർത്ത അറിഞ്ഞപ്പോ വളരെ ദുഃഖമായി പോയല്ലേ? കൊച്ചിവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഈ ബിൻസി വരികയാണെങ്കിൽ കൊച്ചിന് കൊടുത്ത മരുന്നൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയൊക്കെ കൊടുക്കണ്ടേന്നൊക്കെ അവള് പറഞ്ഞു തന്നേച്ചൊക്കെ പോണതാ. ഇവിടുത്തെ കൊച്ചിന് പനിയും മേലായി ഒക്കെ വരുമ്പോൾ മരുന്ന് ഇവിടെ ഉണ്ട്. അപ്പൊ കൂട്ടിക്കൊഴിച്ചാണല്ലോ ചുമയും പനിയും ഒക്കെ. അപ്പൊ അവിടെ ചെന്ന് ആ കൊച്ച് ഇപ്പൊ വിളി കഴിഞ്ഞ പ്രാവശ്യം പോണതിന് മുമ്പ് എല്ലാം കുടിച്ചു വന്നു. ചുമയുണ്ടെങ്കിൽ ഇന്നത് കൊടുത്താൽ മതി, മറ്റത് ഇന്നത് BSc നേഴ്സാ അവള്. പനിയൊക്കെ വരുമ്പോ ഞാൻ എന്നാ മരുന്നൊക്കെ കൊടുക്കണേന്ന് ചോദിച്ചാൽ അവള് വിളിച്ച് പറയാറുണ്ട് ഇന്നത് കൊടുക്കണം എന്നൊക്കെ. പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ എൻ്റെ മരുന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അടങ്ങി പോകുമ്പോൾ അവളോട് ചോദിക്കുക ഏതൊക്കെയാന്ന്. അന്നേരം അവൾ എഴുതി തന്നിട്ടുണ്ട്, ഇന്നതിനാണെന്നൊക്കെ പറഞ്ഞ് തരാറൊക്കെ ഉണ്ട്. അവിടെ പോയിരുന്ന് ചോദിച്ച് മനസ്സിലാക്കി എഴുതി മേടിച്ചോണ്ട് വരും. അങ്ങനെ എല്ലാ കൂട്ടം കൊണ്ട് എനിക്ക് നല്ല ഉപകാരമൊക്കെ ഉള്ള കൊച്ചിക്കായിരുന്നു. എന്താ അതിനെ അങ്ങനെ പറ്റിയെന്നുള്ളത് അറിയില്ല. ഈ കുട്ടികളെ ഞാൻ കയറ്റിക്കൊണ്ടു പോകണ ഇപ്പം എൻ്റെ സ്കൂളിൽ നിന്ന് തന്നെ സിസ്റ്റർമാർ വരാൻ നോക്കിയിട്ട് ഇവിടെ എവിടെയാ വന്നെന്ന് പിള്ളേർക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? അപ്പച്ചാ പിള്ളേർക്ക് മനസ്സിലായി എന്തെങ്കിലും? പിള്ളേരെ അറിയിച്ചത് ഇത് നമ്മളെ കത്തോലിക്ക സ്കൂളാ പുല്ലൂരിയിൽ.
ആ സ്കൂളിൽ ഇപ്പൊ സ്കൂൾ അടച്ച കാരണം പിള്ളേരൊക്കെ ഇതിൽ ഓടി നടക്കുമായിരിക്കും. ഈ പിള്ളേരുടെ കൂട്ടുകൂടി ഇവിടെ നടക്കും. ഇല്ല ഇപ്പോൾ പിള്ളേർ. അതെ, പിള്ളേരെങ്ങോട്ട് പോയി ഇപ്പം? ഇപ്പോൾ ഈ ബിൻസിയുടെ അമ്മയുടെ ചേർച്ചിയുടെ വീട്ടിലേക്ക് കീഴിലുള്ള പുല്ലൂരിയെങ്ങാണ്ട് പോയേക്കണം. എവിടെയാന്ന് പറ്റി എനിക്ക് കറക്റ്റ് ബുദ്ധിമുട്ടായിട്ട് കൊച്ചുങ്ങളോട് ഏതാണ്ട് ആക്സിഡന്റ് അറിയിച്ചിട്ടില്ലെന്ന്. ഈ പിള്ളേരെല്ലാം നോക്കുന്ന ബിൻസിയുടെ അമ്മ തന്നെ അല്ലേ? അമ്മയ്ക്ക്, ബിൻസിയുടെ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടെന്നേ? അത് 60 വയസ്സുണ്ട്. ബിൻസിയുടെ അമ്മയ്ക്ക് നോക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടോ പിള്ളേരെ? ഇനി പിള്ളേർ ഇവിടെ ആയിരിക്കും, ഇനി അവിടെ ആയിരിക്കും? ചേർത്തിട്ടാ പോയേക്കുന്നത്. അതിന്റെ യൂണിഫോം വരെയും ബുക്കും പുസ്തകവും ഒക്കെ മേടിച്ച് കൊടുത്തേക്കുക. അടുത്ത വർഷത്തേനുള്ളത്? ആ, ഒരെണ്ണം UK നിന്ന് 1ലേക്ക് ജയിച്ചു. ആ 1 ഇപ്പോൾ അതിന് യൂണിഫോം മാറ്റാം. മറ്റത് 3 നിന്ന് 4ലേക്ക് ജയിച്ചു. ഈ മോളാണ് മൂത്തത്? ആ, മോളെ മൂത്ത്. രണ്ടുപേരെ യൂണിഫോം എല്ലാം തയ്പ്പിച്ച് പുസ്തകം ഒക്കെ മേടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അതല്ലേ? ഇവർ രണ്ടാൾക്കും കൂടി പോയി മേടിച്ചേക്കണത്. ബിൻസിയും സൂരജും കൂടെ കൂടി പോയി സ്കൂളിൽ നിന്ന് മേടിച്ചോണ്ട് വെച്ചേക്കണ. അതെ അല്ലേ? രണ്ടുപേരോടെ വന്നപ്പോൾ അങ്ങ് പോയി അല്ലേ? ഒരാൾ പോയി ഈസ്റ്ററിനൊക്കെ മുമ്പ്. പെണ്ണ പോയെന്ന് തോന്നുന്നു ആദ്യം. ഇവൻ ഈസ്റ്ററിൻ്റെ തലേദിവസം പിറ്റേ ദിവസം കണ്ടാ പോയി. കൊച്ചുങ്ങളെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇപ്പോൾ സ്കൂൾ ബസ്സല്ലേ, അപ്പോൾ ഇവർ ചിലപ്പോൾ വിളിക്കാൻ വരും. വിളിക്കാൻ വരുമ്പോൾ വേറെ വന്നിട്ട് ഞാൻ കൊണ്ടുപോകും കേട്ടോ, കുട്ടികളെ കൊണ്ടുപോകും കേട്ടോ എന്ന് പറയും. അവർ കാറും കൊണ്ടുപോകുമ്പോഴേ പറഞ്ഞില്ലെങ്കിൽ ഈ കൊച്ചിനെ നോക്കി നമ്മൾ നിൽക്കണ്ടേ. സൂരജ് ഈ പ്രാവശ്യത്തെ അവധിക്ക് വന്നപ്പം ഈ സൂരജും ബിൻസി എത്ര ദിവസം ഉണ്ടായിരുന്നു ഇവിടെ? 10-20 ദിവസം ഉണ്ടായിരുന്നു. 10 ദിവസം ഉണ്ടായിരുന്നല്ലേ? അപ്പം എല്ലാ ദിവസവും ഇല്ല പോവും, വർത്തമാനം പറയുകയൊക്കെ കൂട്ടും കൂടിയൊക്കെ നടന്ന് പോയിക്കൊണ്ടിരുന്നതല്ലേ? ഓക്കെ താങ്ക് യു ചേച്ചി. അപ്പച്ചാ ഓക്കെ താങ്ക് യു അപ്പച്ചാ.